ഞാൻ ഇത്തവണ അവതരിപ്പിക്കുന്നത് ഷൊർണൂർ ഒറ്റപ്പാലം റൂട്ടിനെ പറ്റിയാണ്. ഷൊർണൂരിൽ നിന്ന് ഒറ്റപ്പാലം വരെ 13 കിലോമീറ്ററാണ് ദൂരം. ഇതാണ് ഭാരതപ്പുഴ. തൃശ്ശൂർ ഭാഗത്തു നിന്ന് വരുന്ന ലൈനാണിത്. ഇത് നേരെ ഷൊർണൂർ കയറാതെ നേരെ ഒറ്റപ്പാലം വഴി പാലക്കാട് ഭാഗത്തേക്ക് പോകുന്ന ലൈനാണിത്. ഇത് ഷൊർണൂരിലേക്ക് കയറുന്ന ലിങ്ക് ലൈനാണിത്. ഇത് ഷൊർണൂർ വഴി ഷൊർണൂർ പാലക്കാട് ഭാഗത്തേക്ക് കണക്ട് ചെയ്യുന്ന ലിങ്ക് ലൈനാണിത്. ഇത് ഷൊർണൂർ തൃശ്ശൂർ ഭാഗത്തേക്ക് കണക്ട് ചെയ്യുന്ന ലിങ്ക് ലൈനാണിത്. ഇത് ഷൊർണൂർ സ്റ്റേഷനാണ്. ഇതുവഴിയാണ് മലബാർ ഭാഗത്തേക്ക് പോകുന്നത്. ഇത് നിലമ്പൂർ ഭാഗത്തേക്ക് പോകുന്നു. ഈ ലൈൻ നിലമ്പൂർ ഭാഗത്തേക്കാണ് പോകുന്നത്. ഞാൻ വേണാട് എക്സ്പ്രസ്സിന് ഭാരതപ്പുഴ കടന്ന് ഇത് ഭാരതപ്പുഴയാറിന് കുറുകെയുള്ള പാലമാണ്. ഇതുവഴി വേണാട് എക്സ്പ്രസ്സിന് ഭാരതപ്പുഴ കടന്ന് ഈ ലൂപ്പ് ലൈൻ വഴിയാണ് ഷൊർണൂരിലേക്ക് കയറുന്നത്. അവിടുന്ന് തിരിച്ച് താമ്പരം മംഗലാപുരം താമ്പരം എക്സ്പ്രസ്സിന് ഒറ്റപ്പാലം ഭാഗത്തേക്ക് ഇതുവഴി ഇറങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഒറ്റപ്പാലത്ത് വരെയാണ് യാത്ര. ഇതാണ് ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷൻ. ഇതാണ് പ്ലാറ്റ്ഫോം 1, ഇത് പ്ലാറ്റ്ഫോം 2. ഇവിടുന്നാണ് ഷൊർണൂർ ഭാഗത്തു നിന്നും തൃശ്ശൂർ ഭാഗത്തു നിന്നും ഇതുവഴിയാണ് ഈ ഭാഗത്തു നിന്ന് ഇങ്ങോട്ടാണ് വരുന്നത്. ഇത് നേരെ പാലക്കാട് ഭാഗത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഇതുവഴി സ്റ്റോപ്പുള്ള ട്രെയിനുകൾ, ഒറ്റപ്പാലത്ത് സ്റ്റോപ്പുള്ള ട്രെയിനുകൾ ഇതുവഴി കയറി ഇതുവഴി കയറി ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ നിർത്തുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ തിരിച്ച് തൃശ്ശൂർ ഭാഗത്തേക്കുള്ള ട്രെയിനുകൾ ഷൊർണൂർ തൃശ്ശൂർ ഭാഗത്തേക്കുള്ള ട്രെയിനുകൾ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് കയറി ഇവിടെ നിർത്തുകയാണ് ചെയ്യുന്നത്. ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ ഒറ്റപ്പാലത്ത് സ്റ്റോപ്പുള്ള ട്രെയിനുകൾ തൃശ്ശൂർ ഭാഗത്തു നിന്നും ഷൊർണൂർ ഭാഗത്തു നിന്നും വരുന്നത് ഒന്നിൽ നിർത്തുകയും സ്റ്റോപ്പില്ലാത്തതിനെ നേരെ ഈ ലൈൻ വഴി കടത്തിവിടുകയും ചെയ്യുന്നു. പാലക്കാട് ഭാഗത്തു നിന്ന് വരുന്ന ട്രെയിനുകളിൽ ഒറ്റപ്പാലത്ത് സ്റ്റോപ്പുള്ള ട്രെയിനുകൾ ഇവിടെ 2ൽ നിർത്തുന്നു. തൃശ്ശൂർ ഷൊർണൂർ ഭാഗത്തേക്ക് പോകുന്നത് സ്റ്റോപ്പില്ലാത്തതിനെ ഈ ലൈനിൽ കൂടി കടത്തിവിടുന്നു. അങ്ങനെയാണ് ചെയ്യുന്നത്. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ്റെ സബായിട്ടാണ് ഈ ഒറ്റപ്പാലം സ്റ്റേഷൻ വർക്ക് ചെയ്യുന്നത്. എറണാകുളത്ത് ചെയ്യുന്നത് പോലെ ഷൊർണൂർ കയറാതെ തൃശ്ശൂർ ഭാഗത്ത് നേരിട്ട് പാലക്കാടേക്ക് പോകുന്ന ട്രെയിനുകൾ ഒറ്റപ്പാലത്താണ്. മിക്ക എക്സ്പ്രസ് ട്രെയിനുകളും ഒറ്റപ്പാലത്താണ് നിർത്തുന്നത്. കേരള എക്സ്പ്രസ്, കന്യാകുമാരി പൂനെ എക്സ്പ്രസ്, ഐലൻഡ് എക്സ്പ്രസ് ഇങ്ങനെ തുടങ്ങിയ നിരവധി ട്രെയിനുകൾക്ക് ഇവിടെ സ്റ്റോപ്പുണ്ട്. ശബരി എക്സ്പ്രസ് തുടങ്ങിയ ട്രെയിനുകൾക്കെല്ലാം ഒറ്റപ്പാലത്ത് സ്റ്റോപ്പുണ്ട് നിലവിൽ. എറണാകുളത്ത് ചെയ്യുന്ന പോലെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷന് എല്ലാ ട്രെയിനുകളെയും കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് എളുപ്പത്തിന് ഒറ്റപ്പാലത്തെ സ്റ്റേഷൻ വഴി ആ ട്രെയിനുകളെ കൈകാര്യം ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുവഴി വരുന്ന യാത്രക്കാർക്ക് ഇറങ്ങി ബസ് മാർഗം ഒറ്റപ്പാലത്ത് നിരവധി ബസ്സുകളുണ്ട്. ആ ബസ് മാർഗം ഷൊർണൂരിൽ വരാം. അതുപോലെ തന്നെ ഒറ്റപ്പാലം ഭാഗത്ത് പാലക്കാട് ഭാഗത്തേക്ക് പോകാതെ ഷൊർണൂർ വഴി പോകുന്ന ട്രെയിനുകളിൽ വരുന്ന യാത്രക്കാർക്ക് ഒറ്റപ്പാലത്തേക്ക് പോകണമെങ്കിലും ബസ് വഴി തിരിച്ച് ഒറ്റപ്പാലത്ത് വരാം. അങ്ങനെയുള്ള അതുപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളിലും പോകാം. അതിന് ബസ് സൗകര്യം ഇവിടെയുണ്ട്. അങ്ങനെയാണ് ഷൊർണൂർ കൈകാര്യം ചെയ്യാൻ പറ്റാത്ത ട്രെയിനുകളെല്ലാം ഒറ്റപ്പാലത്താണ് നിർത്തുന്നത്. എറണാകുളം സൗത്ത് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത ട്രെയിനുകൾ കോട്ടയം വഴിയുള്ളത് നോർത്തിൽ നിർത്തുന്നത് പോലെ ഷൊർണൂർ കയറാത്ത ട്രെയിനുകളെ ഒറ്റപ്പാലത്താണ് നിർത്തുന്നത്. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു സബ് സ്റ്റേഷനായിട്ടാണ് ഒറ്റപ്പാലം വർക്ക് ചെയ്യുന്നത്. മുൻപ് പറഞ്ഞ പോലെ ഇതാണ് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ഏകദേശ ഘടന. ഇത് പ്ലാറ്റ്ഫോം 1, പ്ലാറ്റ്ഫോം 2, പ്ലാറ്റ്ഫോം 3, പ്ലാറ്റ്ഫോം 4, പ്ലാറ്റ്ഫോം 5, പ്ലാറ്റ്ഫോം 6. ഞാൻ വേണാട് എക്സ്പ്രസ്സിൽ കയറി ചെല്ലുന്നതും വന്ദേ ഭാരത് ഷൊർണൂർ വഴി കാസർഗോഡിന് പോകാൻ വേണ്ടി കയറി ചെല്ലുന്നതും എല്ലാം പ്ലാറ്റ്ഫോം 6ലാണ്.
ഇത് ഭാരതപ്പുഴയാറിന് കുറുകെയുള്ള പാലമാണ്. ഇത് ഷൊർണൂർ കയറാതെ നേരെ പാലക്കാട് ഭാഗത്തേക്ക് പോകുന്ന ലൈനാണിത്. ഇതുവഴിയാണ് ഒറ്റപ്പാലം ഭാഗത്തേക്ക് പോകുന്നത്. പാലക്കാട് ഷൊർണൂർ റൂട്ടിലാണ് ഒറ്റപ്പാലം. ഈ എതിരെ കാണുന്ന റോഡാണ് തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന റോഡാണ്. അതിൻ്റെ പാലമാണ് ഈ കാണുന്നത്. ഇത് നിലമ്പൂർ ഭാഗത്തേക്ക് തിരിഞ്ഞു പോകുന്നതാണ് ഈ ലൈന്. ഇത് നേരെ കോഴിക്കോട് മലബാർ കോഴിക്കോട് ഭാഗത്തേക്കൊക്കെ പോകുന്ന ലൈനാണിത്. ഇതുവഴിയാണ് മംഗലാപുരം ഭാഗത്തേക്കും പോകുന്നത്. ഇത് പ്ലാറ്റ്ഫോം 1-ാം നമ്പർ പ്ലാറ്റ്ഫോം, 2-ാം നമ്പർ, 3-ാം നമ്പർ, 4-ാം നമ്പർ, 5-ാം നമ്പർ, 6-ാം നമ്പർ, 7-ാം നമ്പർ പ്ലാറ്റ്ഫോമുകൾ, 7 പ്ലാറ്റ്ഫോമുകളാണുള്ളത്. ബാക്കിയുള്ളത് യാർഡ് ലൈനുകളാണ്. ഞാൻ വേണാട് എക്സ്പ്രസ്സിന് ആണ് ഇതുവഴി കയറി വരുന്നത്. തിരിച്ച് മംഗലാപുരത്ത് നിന്ന് ചെന്നൈ താമ്പരം വരെ പോകുന്ന എക്സ്പ്രസ് ട്രെയിനുണ്ട്. അതിനാണ് 4-ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഞാൻ തിരിച്ച് ഒറ്റപ്പാലം വരെ പോകുന്നത്. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഘടന. വേണാട് എക്സ്പ്രസ് 6-ാമത്തെ പ്ലാറ്റ്ഫോമിൽ വരുന്നു. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ടിക്കറ്റ് എടുത്ത് മംഗലാപുരം താമ്പരം എക്സ്പ്രസ്സിന് ഈ 4-ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഒറ്റപ്പാലത്തേക്ക് പോവുകയാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഘടന. തൃശ്ശൂർ ഭാഗത്തേക്ക് തൃശ്ശൂർ ഭാഗത്ത് നിന്ന് പാലക്കാട് പോകാതെ പാലക്കാട് പോകാതെ നേരിട്ട് ഷൊർണൂരിലേക്ക് വരുവാനായിട്ട് കണക്ട് ചെയ്യുന്ന ലൂപ്പ് ലൈനാണിത്. ഇതുവഴിയാണ് ഞാൻ വേണാട് എക്സ്പ്രസ്സിന് ഞാൻ ഷൊർണൂരിലേക്ക് വരുന്നത്. അതുപോലെ തന്നെ തൃശ്ശൂർ ഭാഗത്തേക്ക് പോകാതെ പാലക്കാടുമായിട്ട് കണക്ട് ചെയ്യുന്ന ലിങ്ക് ലൈനാണിത്. ഇതുവഴിയാണ് ഞാൻ മംഗലാപുരം താമ്പരം എക്സ്പ്രസ്സിന് ഒറ്റപ്പാലത്തേക്ക് പോകുന്നത്. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു കണക്ഷൻ. ഇതിനെപ്പറ്റി ഇത്രയേ ഉള്ളൂ. ഞാൻ വേണാട് എക്സ്പ്രസ്സിൽ ഭാരതപ്പുഴയാറ് കടന്ന് ഷൊർണൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് കയറുകയാണ്. വേണാട് എക്സ്പ്രസ് ഭാരതപ്പുഴയാറ് കടന്ന് ഷൊർണൂരിലേക്ക് കയറുകയാണ്. തൃശ്ശൂർ ഭാഗത്തു നിന്ന് ഷൊർണൂർ കയറാതെ ഒറ്റപ്പാലം വഴി ഡയറക്റ്റ് പാലക്കാട് ഭാഗത്തേക്ക് പോകുന്ന റെയിൽവേ ലൈനാണ് ഈ കാണുന്നത്. വേണാട് എക്സ്പ്രസ് തൃശ്ശൂർ ഭാഗത്തു നിന്ന് ഭാരതപ്പുഴ കടന്ന് ഷൊർണൂർ ജംഗ്ഷനിലേക്കുള്ള ലിങ്ക് ലൈനിലൂടെ ഇപ്പോൾ കടന്ന് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് കയറുകയാണിപ്പോൾ. ഷൊർണൂരിൽ നിന്ന് തൃശ്ശൂർ ഭാഗത്തേക്ക് പോകാതെ നേരെ ഒറ്റപ്പാലം വഴി പാലക്കാട് ഭാഗത്തേക്ക് പോകുന്ന മെയിൻ ലൈനുമായിട്ട് കണക്ട് ചെയ്യുന്ന ലിങ്ക് ലൈനാണ് ഈ എതിരെ കാണുന്നത്. വേണാട് എക്സ്പ്രസ് ഷൊർണൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് കയറുകയാണ്. വേണാട് എക്സ്പ്രസിൻ്റെ യാത്ര ഇവിടെ തീരുകയാണ്. ഷൊർണൂരിൽ നിന്ന് തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന റോഡിൻ്റെ മേൽപ്പാലമാണ് ഈ കാണുന്നത്.
വേണാട് എക്സ്പ്രസ് ഷൊർണൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലെ 6-ാമത്തെ പ്ലാറ്റ്ഫോമിൽ യാത്ര അവസാനിപ്പിച്ചിരിക്കുകയാണ്. മംഗലാപുരത്തു നിന്ന് തമിഴ്നാട്ടിലെ ചെന്നൈക്ക് അടുത്തുള്ള താമ്പരം വരെ പോകുന്ന മംഗലാപുരം താമ്പരം എക്സ്പ്രസ്സിൽ ഒറ്റപ്പാലത്തേക്കുള്ള യാത്ര ഷൊർണൂരിൽ നിന്ന് 4-ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് ആരംഭിച്ചിരിക്കുകയാണ്. മംഗലാപുരം താമ്പരം എക്സ്പ്രസ്സിൽ ഷൊർണൂർ ജംഗ്ഷനിൽ നിന്ന് ഒറ്റപ്പാലം വരെയുള്ള എൻ്റെ യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. ഷൊർണൂരിൽ നിന്ന് ഒറ്റപ്പാലം വരെ ഏകദേശം 13 കിലോമീറ്റർ ദൂരവുമുണ്ട്. കുറച്ചു മുമ്പ് തൃശ്ശൂർ ഭാഗത്തു നിന്ന് വേണാട് എക്സ്പ്രസ്സിൽ ഭാരതപ്പുഴ കടന്ന് ഷൊർണൂരിലേക്ക് വന്ന ലിങ്ക് ലൈനാണ് എതിരെ കാണുന്നത്. തൃശ്ശൂർ ഭാഗത്തു നിന്ന് ഷൊർണൂർ കയറാതെ ത്രൂ പാലക്കാട് ഭാഗത്തേക്ക് പോകുന്ന റെയിൽവേ ലൈൻ നേരെ അക്കരെ കാണാം, എതിർവശത്ത് കാണാം. തൃശ്ശൂർ ഭാഗത്തു നിന്ന് ഷൊർണൂർ കയറാതെ തൃശ്ശൂർ ഭാഗത്തു നിന്ന് നേരെ പാലക്കാട് ഭാഗത്തേക്ക് പോകുന്ന മെയിൻ ലൈനാണ് ഈ കാണുന്നത്. ട്രെയിൻ മണ്ണന്നൂർ റെയിൽവേ സ്റ്റേഷൻ സ്കിപ്പ് ചെയ്ത് കടന്നു പോവുകയാണ്. ട്രെയിൻ ഇപ്പോൾ ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു സബ് സ്റ്റേഷനായിട്ടാണ് ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷൻ പ്രവർത്തിക്കുന്നത് എന്ന് വേണേൽ പറയാം. ഷൊർണൂരിനും ഒറ്റപ്പാലത്തിനുമിടയിൽ ഏകദേശം 13 കിലോമീറ്ററോളമാണ് ദൂരം വരുന്നത്. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു സബായിട്ടാണ് ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷൻ വർക്ക് ചെയ്യുന്നതെന്ന് ഞാൻ മുമ്പ് പറഞ്ഞായിരുന്നു. ഒറ്റപ്പാലം വഴി വരുന്ന മിക്ക എക്സ്പ്രസ് ട്രെയിനുകൾക്കും ഇവിടെ സ്റ്റോപ്പുണ്ട്. ഷൊർണൂർ കയറാത്ത മിക്ക എക്സ്പ്രസ് ട്രെയിനുകൾക്കും ഇവിടെ സ്റ്റോപ്പുണ്ട്, ഒറ്റപ്പാലത്ത് സ്റ്റോപ്പുണ്ട്. ട്രെയിൻ ഇപ്പോൾ ഒറ്റപ്പാലം സ്റ്റേഷൻ്റെ 1-ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് കയറുകയാണ്. പാലക്കാട് ഭാഗത്തേക്ക് പോകുന്ന ട്രെയിനുകളെല്ലാം ഒറ്റപ്പാലം സ്റ്റേഷൻ്റെ 1-ാമത്തെ പ്ലാറ്റ്ഫോമിലേക്കാണ് വരുന്നത്. ഓപ്പോസിറ്റ് സൈഡിലേക്ക് തൃശ്ശൂർ ഭാഗത്തും ഷൊർണൂർ ഭാഗത്തേക്കുള്ള ട്രെയിനുകളെല്ലാം 2-ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് വരുന്നത്. ഒറ്റപ്പാലത്ത് വെച്ച് ഈ യാത്രയുടെ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. എന്നെ ഒറ്റപ്പാലത്ത് ഇറക്കിയതിന് ശേഷം മംഗലാപുരം താമ്പരം എക്സ്പ്രസ് താമ്പരം എന്ന സ്ഥലം ലക്ഷ്യമാക്കി പോവുകയാണ്.
ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് മാർഗം റോഡ് വഴി വീണ്ടും ഷൊർണൂരിലേക്ക് പോവുകയാണ്. ട്രെയിനിൽ ഷൊർണൂർ കയറാതെ ഒറ്റപ്പാലത്ത് വന്നിറങ്ങുന്ന യാത്രക്കാർക്ക് ഷൊർണൂരിലും മറ്റ് സ്ഥലങ്ങളിലേക്കും പോകാനും, അതുപോലെ ഒറ്റപ്പാലത്ത് പോകാതെ ഷൊർണൂർ വഴി വരുന്ന ട്രെയിനിൽ വന്നിറങ്ങുന്ന യാത്രക്കാർക്ക് ഒറ്റപ്പാലത്തേക്കും മറ്റ് സ്ഥലങ്ങളിലേക്കും പോകാനും ഈ ബസ് സൗകര്യം ഉപകാരപ്രദമാണ്. ഒറ്റപ്പാലത്ത് കയറാത്ത ട്രെയിനുകൾക്ക് വരുന്ന യാത്രക്കാർക്ക് ഷൊർണൂരിലും, ഷൊർണൂരിൽ കയറാത്ത ട്രെയിനുകൾക്ക് ഒറ്റപ്പാലത്ത് ഇറങ്ങാനും യാത്രക്കാർക്ക് സൗകര്യമുണ്ട്. അതുവഴി ബസ് വഴി ഷൊർണൂർ ഒറ്റപ്പാലം റൂട്ടിൽ കണക്ട് ചെയ്ത് യാത്ര ചെയ്യാവുന്നതാണ്. അതിനാൽ ഈ ബസ് സൗകര്യം ഉപയോഗിച്ചാണ് ഷൊർണൂർ ഒറ്റപ്പാലം റൂട്ടിലെ യാത്രകൾ സുഗമമാകുന്നത്. ഷൊർണൂരിൽ കയറാതെ ഒറ്റപ്പാലത്ത് വന്ന് ട്രെയിൻ ഇറങ്ങുന്ന യാത്രക്കാർക്ക് ഷൊർണൂരിലേക്കും മറ്റ് സ്ഥലങ്ങളിലേക്കും പോകാനും, അതുപോലെ തന്നെ ഒറ്റപ്പാലത്ത് പോകാതെ ഷൊർണൂരിൽ വരുന്ന ട്രെയിനുകളിൽ വന്നിറങ്ങുന്ന യാത്രക്കാർക്ക് ഷൊർണൂരിൽ നിന്ന് ഒറ്റപ്പാലത്തേക്ക് പോകാനും ഈ ബസ് സൗകര്യം ഉപയോഗിക്കുന്നുണ്ട്. ബസ് വാണിയംകുളത്തെത്തിയിരിക്കുന്നു. ബസ് കൂനത്തറ എന്ന സ്ഥലം വഴി കടന്നു പോവുകയാണ്. അങ്ങനെ ബസ്സിൽ ഞാൻ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ ബസ് മാർഗം ഒറ്റപ്പാലത്ത് നിന്ന് ബസ് മാർഗം ഷൊർണൂർ സ്റ്റേഷനിലെത്തിയിരിക്കുന്നു. അങ്ങനെ വേണാട് എക്സ്പ്രസ്സിൽ ഷൊർണൂർ വന്നിറങ്ങി ഒറ്റപ്പാലത്തിന് പോയി തിരിച്ച് ഷൊർണൂരിൽ വേണാട് എക്സ്പ്രസ്സിൽ കയറാൻ തിരിച്ചെത്തിയിരിക്കുന്നു. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു ഫോർ യുവർ വാച്ചിങ്.